ഇന്ത്യയുടെ കോസ്റ്റ് ലൈൻ ദൈർഘ്യം 7516. ഇന്ത്യയുടെ കോസ്റ്റ് ലൈൻ ദൈർഘ്യം 7516. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്ക് പർവ്വതം ഹിമാലയം. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്ക് പർവ്വതം ഹിമാലയം. ഇന്ത്യയുടെ കാലാവസ്ഥയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഘടകം ഹിമാലയ പർവ്വതം. ഇന്ത്യയുടെ കാലാവസ്ഥയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഘടകം ഹിമാലയ പർവ്വതം. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഹിമാദ്രി. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഹിമാദ്രി. ഹിമാലയൻ നിരകളിൽ ഏറ്റവും വടക്ക് ഭാഗത്ത് കാണുന്ന പർവ്വതനിരയും ഹിമാദ്രിയാണ്. ഹിമാലയൻ നിരകളിൽ ഏറ്റവും വടക്ക് ഭാഗത്ത് കാണുന്ന പർവ്വതനിരയും ഹിമാദ്രിയാണ്. ഡൂണുകൾ എന്നറിയപ്പെടുന്ന വിസ്തൃതമായ താഴ്വരകൾ കാണപ്പെടുന്ന ഹിമാലയത്തിലെ പർവ്വതനിര സിവാലിക്. ഡൂണുകൾ എന്നറിയപ്പെടുന്ന വിസ്തൃതമായ താഴ്വരകൾ കാണപ്പെടുന്ന ഹിമാലയത്തിലെ പർവ്വതനിര സിവാലിക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമി ഉത്തര മഹാസമുദ്രം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമി ഉത്തര മഹാസമുദ്രം. ഉത്തർപ്രദേശിൻ്റെ വടക്ക് ഭാഗത്തായി കാണപ്പെടുന്ന സസ്യജാലങ്ങൾ തഴച്ചു വളരുന്ന ചതുപ്പ് പ്രദേശം ടെറായി. ഉത്തർപ്രദേശിൻ്റെ വടക്കു ഭാഗത്തായി കാണപ്പെടുന്ന സസ്യജാലങ്ങൾ തഴച്ചു വളരുന്ന ചതുപ്പ് പ്രദേശം ടെറായി. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഗോഡ്വിൻ ആസ്റ്റിൻ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഗോഡ്വിൻ ആസ്റ്റിൻ. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻജംഗ സിക്കിമിലാണ്. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻജംഗ. ഇത് സ്ഥിതി ചെയ്യുന്നത് സിക്കിമിലാണ്. ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. ഇന്ത്യയിലെ ഏറ്റവും പ്രാചീനമായ പർവ്വതനിര ആരവല്ലി നിരകൾ. ഇന്ത്യയിലെ ഏറ്റവും പ്രാചീനമായ പർവ്വതനിരകൾ ആരവല്ലി നിരകൾ. ആരവല്ലി പർവ്വതനിരയിലെ പ്രസിദ്ധമായ സുഖവാസ കേന്ദ്രമാണ് മൗണ്ട് അബു. ആരവല്ലി പർവ്വതനിരയിലെ പ്രസിദ്ധമായ സുഖവാസ കേന്ദ്രമാണ് മൗണ്ട് അബു. ഏത് പർവ്വതത്തിന് തെക്ക് ഭാഗത്തെയാണ് ദക്ഷിണേന്ത്യ എന്ന് വിളിക്കുന്നത്? വിന്ധ്യ സത്പുര പർവ്വതം. ഏത് പർവ്വതത്തിന് തെക്ക് ഭാഗത്തെയാണ് ദക്ഷിണേന്ത്യ എന്ന് വിളിക്കുന്നത്? വിന്ധ്യ സത്പുര പർവ്വതം. ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാകോൾ. ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാകോൾ. സഹ്യാദ്രി എന്നറിയപ്പെടുന്ന പർവ്വതനിരകൾ പശ്ചിമഘട്ടം. സഹ്യാദ്രി എന്നറിയപ്പെടുന്ന പർവ്വതനിരകൾ പശ്ചിമഘട്ടം. പശ്ചിമഘട്ടങ്ങളുടെ കിഴക്ക് വശം അറിയപ്പെടുന്നത് മഴനിഴൽ പ്രദേശം. പശ്ചിമഘട്ടങ്ങളുടെ കിഴക്ക് വശം അറിയപ്പെടുന്നത് മഴനിഴൽ പ്രദേശം. നീലഗിരിയുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഊട്ടി. നീലഗിരിയുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഊട്ടിയാണ്. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ ബന്ധിക്കുന്നത് തമിഴ്നാട്ടിലെ നീലഗിരിയിൽ വെച്ചാണ്. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ ബന്ധിക്കുന്നത് തമിഴ്നാട്ടിലെ നീലഗിരിയിൽ വെച്ചാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലാവ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലാവ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതമായ ബാരൻ സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാർ. ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതമായ ബാരൻ സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാർ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമേത്? എക്കൽ മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ്. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണും എക്കൽ മണ്ണാണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കരിമണ്ണ്. കരിമണ്ണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്രദേശം ഡെക്കാൻ പീഠഭൂമി. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കരിമണ്ണ്. ഇന്ത്യയിൽ കരിമണ്ണ് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന പ്രദേശമാണ് ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യൻ കാലാവസ്ഥാ ശാസ്ത്ര ശാഖയുടെ പിതാവ് ഡോക്ടർ PR പിഷാരടി. ഇന്ത്യൻ കാലാവസ്ഥാ ശാസ്ത്ര ശാഖയുടെ പിതാവ് ഡോക്ടർ PR പിഷാരടി. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി. മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ്? അറബിക് ഭാഷ. മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ്? അറബിക്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത്. ഇന്ത്യയിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം അനുഭവപ്പെടുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. ഇന്ത്യയിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം അനുഭവപ്പെടുന്നത്
ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം മൗസിൻഡ്രാം, മേഘാലയ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം മൗസിൻഡ്രാം, മേഘാലയ. മൺസൂണിൻ്റെ പിൻവാങ്ങൽ എന്നറിയപ്പെടുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ. മൺസൂണിൻ്റെ പിൻവാങ്ങൽ എന്നറിയപ്പെടുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ. ഇന്ത്യയിലെ വടക്ക് കിഴക്കൻ മൺസൂൺ കാലം അനുഭവപ്പെടുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ്. ഇന്ത്യയിൽ വടക്ക് കിഴക്കൻ മൺസൂൺ കാലം അനുഭവപ്പെടുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ്. വേനൽക്കാലത്ത് പശ്ചിമ ബംഗാളിൽ വീശുന്ന വരണ്ട കാറ്റ് കാൽ ബൈശാഖി. വേനൽക്കാലത്ത് പശ്ചിമ ബംഗാളിൽ വീശുന്ന വരണ്ട കാറ്റ് കാൽ ബൈശാഖി. ഫൈലിൻ ചുഴലിക്കാറ്റ് ആദ്യമായി എത്തിച്ചേരുന്ന ഇന്ത്യൻ പ്രദേശം ഭുവനേശ്വർ. ഫൈലിൻ ചുഴലിക്കാറ്റ് ആദ്യമായി എത്തിച്ചേർന്ന ഇന്ത്യൻ പ്രദേശം ഭുവനേശ്വർ. ഇന്ത്യയിൽ ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിച്ച ആദ്യ സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിച്ച ആദ്യ സംസ്ഥാനം കേരളം. ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനം വനമായിരിക്കണം? 33%. ഭൂവിസ്തൃതിയുടെ 33% വനമായിരിക്കണം. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നിലവിൽ വന്നത് 1985. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നിലവിൽ വന്നത് 1985. എനർജി കൺസർവേഷൻ ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം 2002 മാർച്ച്. എനർജി കൺസർവേഷൻ ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം 2002 മാർച്ച്. ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് ചിപ്കോ. ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് ചിപ്കോ. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ സുന്ദർലാൽ ബഹുഗുണ. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ സുന്ദർലാൽ ബഹുഗുണ. ഇന്ത്യയിലെ കൽക്കരി നിക്ഷേപത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ജാർഖണ്ഡ്. ഇന്ത്യയിൽ കൽക്കരി നിക്ഷേപത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ജാർഖണ്ഡ്. ഇരുമ്പയിര് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഒഡീഷ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. ഏറ്റവും കുറവ് വനവിസ്തൃതിയുള്ള സംസ്ഥാനം ഹരിയാന. ഏറ്റവും കുറവ് വനവിസ്തൃതിയുള്ള സംസ്ഥാനം ഹരിയാന. വനഭൂമി കൂടുതലുള്ള ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ. വനഭൂമി കൂടുതലുള്ള ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ. വനഭൂമി കുറവുള്ള കേന്ദ്രഭരണ പ്രദേശം ദാമൻ ദിയു. വനഭൂമി കുറവുള്ള കേന്ദ്രഭരണ പ്രദേശം ദാമൻ ദിയു. ഇന്ത്യയിൽ കൂടുതൽ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ഇന്ത്യയിൽ കൂടുതൽ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതലായി ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്നത് മർമഗോവയിൽ നിന്ന്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതലായി ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്നത് മർമഗോവയിൽ നിന്ന്. രാജസ്ഥാനിലെ പ്രശസ്തമായ ചെമ്പ് വ്യവസായ കേന്ദ്രം ഖേത്രി. രാജസ്ഥാനിലെ പ്രശസ്തമായ ചെമ്പ് വ്യവസായ കേന്ദ്രം ഖേത്രി. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണഖനി മുംബൈ ഹൈ. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണഖനി മുംബൈ ഹൈ. റോക്ക് കോട്ടൺ എന്നറിയപ്പെടുന്നത് ആസ്ബറ്റോസ്. റോക്ക് കോട്ടൺ എന്നറിയപ്പെടുന്നത് ആസ്ബറ്റോസ്. ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോമിക് പവർ സ്റ്റേഷൻ താരാപൂർ, മഹാരാഷ്ട്രയിലാണ്. ഇന്ത്യയിലെ അറ്റോമിക് പവർ സ്റ്റേഷൻ താരാപൂർ, മഹാരാഷ്ട്ര. കൂടംകുളം ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാട്. കൂടംകുളം ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാട്. തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലാണ്. കൂടംകുളം ആണവ വൈദ്യുത നിലയത്തിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്നത് റഷ്യയാണ്. കൂടംകുളം ആണവ വൈദ്യുത നിലയത്തിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന വിദേശ രാജ്യം റഷ്യ. കൈഗ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക. കൈഗ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക. താൽച്ചർ താപവൈദ്യുതി നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷ. താൽച്ചർ താപവൈദ്യുതി നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷ. ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ശിവസമുദ്രം, കർണാടകം. ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ശിവസമുദ്രം, കർണാടകം. ദാമോദർ വാലി പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ദാമോദർ വാലി പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുട്ട്, ഒറീസയിലാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുട്ട്, ഒറീസയിലാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് മഹാനദിയിലാണ്. ഇന്ത്യയിലെ ഉയരം കൂടിയ അണക്കെട്ട് തെഹ്രി, ഉത്തരാഖണ്ഡ്.
ഇന്ത്യയിലെ ഉയരം കൂടിയ അണക്കെട്ട് തെഹരി അണക്കെട്ട് ഉത്തരാഖണ്ഡാണ്. ഇത് ഭഗീരഥി നദിയിലാണ്. തെഹരി അണക്കെട്ട് ഭഗീരഥി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഉയരം കൂടിയ രണ്ടാമത്തെ അണക്കെട്ട് ഫക്രാനങ്കൽ. ഇന്ത്യയിലെ ഉയരം കൂടിയ രണ്ടാമത്തെ അണക്കെട്ടാണ് ഫക്രാനങ്കൽ. ഇത് പഞ്ചാബിലാണ് സ്ഥിതി ചെയ്യുന്നത്. നദി എന്ന് പറയുന്നത് സത്ലജ്. നാഗാർജുന സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. കൃഷ്ണ നദിയിലാണ് നാഗാർജുന സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. നാഗാർജുന സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. അൽമാട്ടി ഡാം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കൃഷ്ണ. റാണ പ്രതാപ് സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാൻ. റാണ പ്രതാപ് സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാൻ. ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതിയുടെ പ്രധാന ഉപഭോക്താവായ സംസ്ഥാനം രാജസ്ഥാൻ. ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതിയുടെ പ്രധാന ഉപഭോക്താവായ സംസ്ഥാനം രാജസ്ഥാൻ. ഇന്ദിരാഗാന്ധി കനാൽ സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. ഇന്ദിരാഗാന്ധി കനാൽ സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാൻ. നാഥുല ചുരം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? സിക്കിം. നാഥുല ചുരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് സിക്കിം. പുരാതന സിൽക്ക് പാത കടന്നു പോകുന്ന ചുരം നാഥുല. പുരാതന സിൽക്ക് പാത കടന്നു പോകുന്ന ചുരം നാഥുല. നാഥുല ചുരം ബന്ധിപ്പിക്കുന്നത് സിക്കിം ടിബറ്റിനെയാണ്. നാഥുല ചുരം ബന്ധിപ്പിക്കുന്നത് സിക്കിം ടിബറ്റിനെയാണ്. ഇന്ത്യയുടെ ദേശീയ നദി ഗംഗ. ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗ. പോങ്ക് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ബിയാസ്. പോങ്ക് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ബിയാസ്. ഗംഗാ നദി ഉത്ഭവിക്കുന്നത് ഗായ്മുഖ് ഗുഹയിൽ നിന്നും. ഗംഗാ നദി ഉത്ഭവിക്കുന്നത് ഗായ്മുഖ് ഗുഹയിൽ നിന്നും. ഗംഗാ നദിയുടെ പ്രധാന പോഷക നദിയാണ് യമുന. ഗംഗാ നദിയുടെ പ്രധാന പോഷക നദി യമുന. ഗംഗാ നദിയെ ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് പത്മ എന്നാണ്. ഗംഗാ നദിയെ ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് പത്മ എന്നാണ്. ഗംഗാ യമുന നദികളുടെ സംഗമസ്ഥലം അലഹബാദ്. ഗംഗാ യമുന നദികളുടെ സംഗമസ്ഥലം അലഹബാദ്. ഭഗീരഥി നദിയും അളകനന്ദ നദിയും സംഗമിക്കുന്നത് ദേവപ്രയാഗ്. ഭഗീരഥി നദിയും അളകനന്ദ നദിയും സംഗമിക്കുന്നത് ദേവപ്രയാഗ്. ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ബ്രഹ്മപുത്ര. ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ് ബ്രഹ്മപുത്ര. ഇന്ത്യയിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ്. ഇന്ത്യയിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരി. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരി. ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദിയാണ് കാവേരി. ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദി കാവേരി. തെലുങ്ക് ഗംഗ എന്നറിയപ്പെടുന്ന നദി കൃഷ്ണ. തെലുങ്ക് ഗംഗ എന്നറിയപ്പെടുന്ന നദി കൃഷ്ണ. ആസാമിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ബ്രഹ്മപുത്ര. ആസാമിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ബ്രഹ്മപുത്ര. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ദാമോദർ നദി. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ദാമോദർ. ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് കോസി. ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് കോസി നദി. ബ്രഹ്മപുത്ര തിബറ്റിൽ അറിയപ്പെടുന്നത് സാങ്പോം. ബ്രഹ്മപുത്ര തിബറ്റിൽ അറിയപ്പെടുന്നത് സാങ്പോം. ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിൽ അറിയപ്പെടുന്നത് ടിഹാങ്. ബ്രഹ്മപുത്ര അരുണാചൽ പ്രദേശിൽ അറിയപ്പെടുന്നത് ടിഹാങ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി സിന്ധു നദി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി സിന്ധു നദി. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക ഹിമാലയൻ നദി സിന്ധു നദിയാണ്. സിന്ധു നദിയുടെ പ്രധാന പോഷക നദികൾ ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നിവയാണ് സിന്ധു നദിയുടെ പ്രധാന പോഷക നദികൾ. ഇന്ത്യയിൽ കൂടി ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദികളിൽ നീളം കൂടിയത് സത്ലജ്. ഇന്ത്യയിൽ കൂടി ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദികളിൽ നീളം കൂടിയ നദി സത്ലജ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം സ്ഥിതി ചെയ്യുന്ന നദി ചിനാബ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം ഏത് നദിയിലാണ്? ചിനാബ്. ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും വലിയ നദി ഗോദാവരി. ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും വലിയ നദി ഗോദാവരി. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. ഗോദാവരി നദിയുടെ പ്രധാന പോഷക നദികൾ ശബരി നദി, ഇന്ദ്രാവതി, മഞ്ചിര, വർധ. ശബരി നദി, ഇന്ദ്രാവതി, മഞ്ചിര, വർധ എന്നിവയാണ് ഗോദാവരിയുടെ പ്രധാന പോഷക നദികൾ. ഏതു നദിയുടെ തീരത്താണ് നാസിക് സ്ഥിതി ചെയ്യുന്നത്? ഗോദാവരി.
ഏത് നദിയുടെ തീരത്താണ് നാസിക് സ്ഥിതി ചെയ്യുന്നത്? ഗോദാവരി. വിന്ധ്യ സത്പുര പർവ്വതങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന നദി? നർമ്മദ. വിന്ധ്യ സത്പുര പർവ്വതങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന നദി? നർമ്മദ. ഡെക്കാൻ മാൽവ പീഠഭൂമികളെ തമ്മിൽ വേർതിരിക്കുന്ന നദി? നർമ്മദ. ഡെക്കാൻ മാൽവ പീഠഭൂമികളെ തമ്മിൽ വേർതിരിക്കുന്ന നദി? നർമ്മദ. ഫ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി? നർമ്മദ. ഫ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി? നർമ്മദ. സർദാർ സരോവർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് നർമ്മദയിലാണ്. സർദാർ സരോവർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് നർമ്മദയിലാണ്. നർമ്മദ പതിക്കുന്നത് അറബിക്കടലിലാണ്. നർമ്മദ പതിക്കുന്നത് അറബിക്കടലിലാണ്. നർമ്മദ ബച്ചാവോ ആന്തോളൻ നേതൃത്വം നൽകിയ വനിത? മേധാ പട്കർ. നർമ്മദ ബച്ചാവോ ആന്തോളന് നേതൃത്വം നൽകിയ വനിത? മേധാ പട്കർ. കേരളം, കർണാടക, തമിഴ്നാട് എന്നീ 3 സംസ്ഥാനങ്ങളുടെ ഒഴുകുന്ന നദി? കാവേരി. കേരളം, കർണാടകം, തമിഴ്നാട് എന്നീ 3 സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന നദി? കാവേരി. കാവേരി നദിയുടെ പ്രധാന പോഷക നദികളാണ് കബനി, അമരാവതി. കാവേരി നദിയുടെ പ്രധാന പോഷക നദികളാണ് കബനി, അമരാവതി. കേരളത്തിൽ നിന്നും കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദി? കബനി. കേരളത്തിൽ നിന്നും കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദി? കബനി. കാവേരി നദി പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. കാവേരി നദി പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. രാജസ്ഥാനിലെ താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി? ലൂണി. രാജസ്ഥാനിലെ താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി? ലൂണി. കാർഗിൽ ഏത് നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്നു? സുരു. കാർഗിൽ ഏത് നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്നു? സുരു. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി? ശരാവതി. കർണാടകയിലാണിത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി? ശരാവതി. ഇത് കർണാടക സംസ്ഥാനത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ്? നീലഗിരി. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ്? നീലഗിരി. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക്? അഗസ്ത്യാർകൂടം. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക്? അഗസ്ത്യാർകൂടം. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക്? ജിം കോർബറ്റ് നാഷണൽ പാർക്ക്, ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക്? ജിം കോർബറ്റ് നാഷണൽ പാർക്ക്, ഉത്തരാഖണ്ഡ്. ജാർഖണ്ഡിൻ്റെ തലസ്ഥാനമായ റാഞ്ചി ഏത് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു? സുവർണരേഖ. ജാർഖണ്ഡിൻ്റെ തലസ്ഥാനമായ റാഞ്ചി ഏത് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു? സുവർണരേഖ. കട്ടക്ക് ഏത് നദിയുടെ തീരത്താണ്? മഹാനദി. കട്ടക്ക് സ്ഥിതി ചെയ്യുന്നത് മഹാനദിയുടെ തീരത്താണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം? ചിൽക്ക തടാകം, ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം? ചിൽക്ക തടാകം, ഒഡീഷ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? വൂളാർ തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? വൂളാർ തടാകം. ഹണിമൂൺ ദ്വീപുകൾ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപുകൾ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ചിൽക്ക തടാകത്തെയാണ്. ഹണിമൂൺ ദ്വീപുകൾ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപുകൾ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ചിൽക്ക തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദ്വീപ സമൂഹമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദ്വീപ് സമൂഹമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. ആൻഡമാൻ നിക്കോബാർ സ്ഥിതി ചെയ്യുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. പ്രൊജക്റ്റ് ടൈഗർ പദ്ധതി ആദ്യമായി ആരംഭിച്ചത് ജിം കോർബറ്റ് ദേശീയ പാർക്കിലാണ്. പ്രൊജക്റ്റ് ടൈഗർ പദ്ധതി ആദ്യമായി ആരംഭിച്ചത് ജിം കോർബറ്റ് ദേശീയ പാർക്കിലാണ്. സുന്ദർബൻ ടൈഗർ റിസർവ് പദ്ധതി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? പശ്ചിമ ബംഗാൾ. സുന്ദർബൻ ടൈഗർ റിസർവ് പദ്ധതി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? പശ്ചിമ ബംഗാൾ. ഇന്ത്യയിലെ സിംഹങ്ങൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം? ഗീർ വനം, ഗുജറാത്തിലാണ്. ഇന്ത്യയിൽ സിംഹങ്ങൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം? ഗീർ വനം, ഇത് ഗുജറാത്തിലാണ്. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങൾ സംരക്ഷിക്കുന്ന ദേശീയോദ്യാനം? കാസിരംഗ നാഷണൽ പാർക്ക്, ആസാം. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങൾ സംരക്ഷിക്കുന്ന ദേശീയോദ്യാനം? കാസിരംഗ നാഷണൽ പാർക്ക്, ആസാം.